ഇന്ദുചൂടൻ ഫൗണ്ടേഷൻ്റെ ഒരു ഫോട്ടോഗ്രാഫി പ്രദർശനം എറണാകുളത്ത് കഴിഞ്ഞ ദിവസം നടത്തപ്പെടുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയ നടൻ മമ്മൂക്ക പകർത്തിയ ഒരു ചിത്രവും പ്രദർശനത്തിനുണ്ടായിരുന്നു. പ്രദർശനത്തിൻ്റെ അവസാന ദിവസം ഏകദേശം 3 ലക്ഷം രൂപയ്ക്കാണ് ആ ചിത്രം ലേലത്തിന് വിറ്റുപോയത്. അപ്പോൾ ആ ഫോട്ടോയും ചിത്രങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കിളികളുടെ ചിത്രങ്ങൾ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളതും അവയെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണവും ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശ്രീദേവി മാധവന്റെ പനങ്കൂടൻ എന്ന് പറയുന്ന ചിത്രമാണ്. ഇവയ്ക്ക് സാധാരണ പക്ഷികളെ പോലെ ബലമുള്ള കാലുകളില്ലാത്തതിനാൽ മരക്കൊമ്പുകളിൽ ചെന്നിരിക്കാനോ മറ്റു പക്ഷികളെ പോലെ എവിടെ വേണമെങ്കിലും വിശ്രമിക്കാനോ കഴിയില്ല. ഡോക്ടർ എസ് സുരേഷിന്റെ കുളക്കോഴിയുടെ പ്രണയഗാനം ഒരു ശക്തിയേറിയ പോർക്കിനെ ജീവനോട് തീയിലിട്ട് പൊരിക്കുമ്പോൾ പുറപ്പെടാവുന്ന അലർച്ചയേക്കാൾ ഭയങ്കരമാണ് എന്നാണ് പ്രശസ്ത എഴുത്തുകാരൻ ഈഹ കുളക്കോഴിയുടെ സംഗീതത്തെക്കുറിച്ച് വിവരിച്ചത്. ഡോക്ടർ എസ് സുരേഷിന്റെ തന്നെ മലമുഴക്കി വേഴാമ്പൽ തന്റെ കുടുംബത്തെ മുഴുവൻ തീറ്റിപ്പോറ്റി പരിപാലിക്കുമ്പോഴേക്കും ആൺവേഴാമ്പൽ ശോഷിച്ച് കൃഷ്ണഗാത്രനും പരവശനമായി തീരുന്നു. തന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ആഹാരം കഴിക്കാൻ പോലും അവന് സമയം ലഭിക്കുന്നില്ല. ജെയിനി കുര്യാക്കോസിന്റെ ഉപ്പൂപ്പൻ കൃഷിസ്ഥലത്തെയും മറ്റും കൃമികളെയും പുഴുക്കളെയും ഒക്കെ കഴിച്ച് ജീവിക്കുന്ന ഇവ കർഷകരുടെ മിത്രമാണ്. ഇവയുടെ സൗന്ദര്യം കാരണം പൊന്നാനി താലൂക്കിൽ ഇവയെ പുയ്യാപ്പിള പക്ഷി എന്നാണ് വിളിക്കുന്നത്. ഡിജുമോൻ KPയുടെ മീൻകൂമൻ ഒന്ന് മൂളിയാൽ കൂമത്തി 2 മൂളും എന്ന ചൊല്ല് തന്നെ മീൻകൂമന്റെ കരച്ചിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതിന്റെ കാരണം ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. ഡോക്ടർ ധന്യയുടെ കരുവാരക്കുരു ഇവർ സ്വതവേ മൂകരാണ്. കണ്ടധ്വനികൾ പുറപ്പെടുവിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം ഇവ കൊക്കിന്റെ 2 പാളികൾ തമ്മിലടിച്ച് ഒരു കടകട ശബ്ദം പുറപ്പെടുവിക്കുന്നു. രാജീവ് ബാഹുലേന്റെ നാഗമോഹൻ പൂർണ്ണ വളർച്ചയെത്തിയ നാഗമോഹനെ ഒരിക്കൽ കണ്ടവരാരും പെട്ടെന്ന് മറക്കുകയില്ല. അത്രയ്ക്ക് സൗന്ദര്യമാണ് ഇവയ്ക്ക്. നത്ത് അല്ലെങ്കിൽ മൂങ്ങ ചെടികളുടെ ഇടയിൽ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന മൂങ്ങയുടെ മനോഹരമായ ഒരു ചിത്രവും അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. നൂബ വിജിത്തിന്റെ ഗരുഡൻ ചാരക്കിളി ഈ മൈനകൾ കൂട്ടമായി നടക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ്. മനോഹരമായ ഒരു ചിത്രവുമായിരുന്നത്. ഡിജുമോൻ KPയുടെ കൊമ്പൻ വാനമ്പാടി ഇവയുടെ പാട്ടാണ് അതിനെ ശ്രദ്ധാർഹനാക്കി തീർക്കുന്നത്. ഏകദേശം 4-5 മിനിറ്റ് നേരത്തേക്കെങ്കിലും ഈ പാട്ട് നീണ്ടുപോകും. കുട്ടേട്ടൻ മൂന്നാറിന്റെ തത്തച്ചിഹ്നൻ തെങ്ങിന്മേലായാലും ആലിൻ ജില്ലയിലായാലും തത്തച്ചിഹ്നന്റെ കളിയിൽ കാണാൻ വളരെ കൗതുകമാണ്. ഈ പക്ഷി തത്തകൾക്കിടയിലെ അഗസ്ത്യന് മാത്രമല്ല കോമാളി കൂടിയാണ്. സുരേഷ് ഇളമന്റെ തീരമുണ്ടി പാഞ്ഞു പതഞ്ഞുകൊണ്ടിരുന്ന തിരകളിൽ നിർഭയനായി നിന്നുകൊണ്ട് നിമിഷം തോറും ഓരോ മീനുകളെ കൊത്തിയെടുക്കുന്നത് കാണുമ്പോൾ ഇവയോടൊരു ബഹുമാനമൊക്കെ തോന്നും. ഡോക്ടർ ഹരികൃഷ്ണന്റെ പ്രാപ്പിടിയൻ ജീവനുള്ള ചെറുപ്രാണികളെല്ലാം ഇവ കഴിക്കുമെങ്കിലും ഓന്തിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട് ഇവയ്ക്ക്. ഫൈറോസ് ബീഗത്തിന്റെ ഗൗളിക്കിളി കാലുകളുടെ കഴിവുകൊണ്ട് മരത്തടിയിൽ പല സർക്കസ് കാണിക്കുകയും തല കീഴ്പോട്ടാക്കി ഓടാനും ബിരുദന്മാരാണ് അവർ. എന്തുകൊണ്ടും പറ്റിയ പേര് തന്നെ. അബ്ദുൾ അസീസിന്റെ കാട്ടുമൈന നാട്ടുമൈനയേക്കാൾ 4-5 മടങ്ങ് ഉച്ചത്തിലാണ് ഇവ ശബ്ദിക്കുക. ചെവി തുളയ്ക്കുന്ന ചുളുമ്പിളിയാണ്. കുട്ടേട്ടൻ മൂന്നാറിന്റെ ചോലക്കുടുവൻ പല പക്ഷി പുസ്തകങ്ങളിലും ഇതിന്റെ ശബ്ദത്തെ പല രീതിയിലാണ് വിവരിച്ചിട്ടുള്ളത്. ഡോക്ടർ എസ് സുരേഷിന്റെ ചെമ്പുകുട്ടി ക്ഷീണം എന്തെന്നറിയാത്ത കിളിയാണ് ചെമ്പുകുട്ടി. ഒരിക്കൽ കുയിലിനെ പോലെ ശബ്ദിച്ചു തുടങ്ങിയാൽ പിന്നെ കുറേ നേരത്തേക്ക് നിർത്താൻ പ്രയാസമാണ്. ഡിജുമോൻ KPയുടെ രാച്ചൂക്ക് നമ്മുടെ ചുറ്റിനും കിടക്കുന്ന കല്ലുകളിൽ നിന്നും ചപ്പുകളിൽ നിന്നും പതുങ്ങിയിരിക്കുന്ന രാച്ചൂക്കിനെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജെയിനി കുര്യാക്കോസിന്റെ ചാരവരിയൻ പച്ചപ്രാവ് പഴങ്ങളാണ് പ്രധാന ആഹാരമെങ്കിലും മറ്റു പക്ഷികളെ അപേക്ഷിച്ച് പ്രാവുകൾക്ക് വെള്ളം ഒരു കുഴലിലൂടെ എന്ന പോലെ വലിച്ചു കുടിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. സുരേഷ് ഇളമന്റെ തീക്കാക്ക വലിപ്പവും വർണ്ണശോഭയുമുള്ള ഇവ കേരളത്തിലെ കാടുകളിൽ അപൂർവമല്ല. മനുഷ്യരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർ ഉടനെ പുറംതിരിഞ്ഞിരുന്നു കളയും. പുറത്തെ നിറം പ്രകൃതിയിൽ ലയിക്കുന്നതുകൊണ്ട് ഉടനെ ഇവർ അപ്രത്യക്ഷമായി തീരും. ജെയിനി കുര്യാക്കോസിന്റെ ചുണ്ടൻ കാട കൊക്കിന്റെ വീർത്ത അഗ്രം റബ്ബർ പോലെ വളയും. അതിലനേകം ഞരമ്പുകളും രക്തധമനികളും ഒക്കെ ഉണ്ട്. ചെളിയിൽ ഒളിഞ്ഞിടക്കുന്ന ചെറുപ്രാണികളെ സ്പർശനം കൊണ്ട് തിരിച്ചറിയാൻ ഇവ സഹായിക്കുന്നു. MA ലത്തീഫിന്റെ ചെറിയ മീൻകൊത്തി മഴവിലിനേക്കാൾ വർണ്ണശോഭയുള്ള ഇവ പൊന്മാൻ എന്ന പേരിലും അറിയപ്പെടുന്നു. M രാമചന്ദ്രന്റെ ആനറാഞ്ചി ദേഹം മുഴുവൻ എണ്ണയിട്ട് പോലത്തെ കറുത്ത നിറമാണ്. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കൊക്കിന് പുറകെയുള്ള വെളുത്ത് പൊട്ട് കാണുകയുള്ളൂ. അഡ്വക്കേറ്റ് G ഹരികൃഷ്ണന്റെ പൂന്തത്ത ആൺതത്തയുടെ തലയിൽ തന്നെ 5 നിറങ്ങൾ കാണുവാൻ സാധിക്കും. ഈ വർണ്ണശോഭ മറ്റു തത്തകൾക്കൊന്നുമില്ല. സണ്ണി ജോസഫിന്റെ പൂത്താങ്കിരി ഇവ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറക്കുന്നത് രസമുള്ള കാഴ്ചയാണ്. ആദ്യം ഒരു പക്ഷി പറക്കും, അതിനു പുറകെ ഓരോന്നോരോന്നായി മറ്റുള്ളവയും പറക്കും. ബാലകൃഷ്ണൻ ആനമങ്ങാടിന്റെ നാട്ടുകുയിൽ സ്വരമാധുര്യത്തെ വർണ്ണിക്കുമ്പോഴെല്ലാം കുയിൽനാഥം പോലെയൊന്നും കോകിലവാണിയൊന്നും ഒക്കെ തട്ടിവിടുന്നു. എന്നാൽ കുയിലിന്റെ ശബ്ദം കേട്ടവർ ആർക്കും അത്ര കർണാനന്ദകരമായി കരുതുകയില്ല. MA ലത്തീഫിന്റെ ക്ഷാമക്കിളി ഇന്ത്യയിലെ പക്ഷികൾക്കിടയിൽ ഏറ്റവും നല്ല പാട്ടുകാരനാണ്. ഈ പക്ഷി കേരളത്തിൽ തീരെ പ്രശസ്തി നേടിയിട്ടില്ല. ക്ഷാമക്കിളി നാണംകുണിയും വനവാസിയുമായതുകൊണ്ടായിരിക്കാം കവികളുടെയും മറ്റും ശ്രദ്ധയിൽപ്പെടാതെ പോയത്. ഡോക്ടർ മഹേഷ് Kയുടെ ആറ്റക്കുരുവി സ്വർണ്ണക്കിരീടവും കഞ്ചുകവും അണിഞ്ഞ ആൺകിളികളെ കണ്ടാൽ ആരുമൊന്ന് നോക്കിയിരുന്നു പോകും. ഡോക്ടർ S സുരേഷിന്റെ വെള്ളിമൂങ്ങ കൃത്യമായ ദേഹവും പകുതിയിലേറെ വെള്ള നിറമാണ്. പുറവും കഴുത്തും നെറുകയും വാലുമെല്ലാം ഒരു സ്വർണ്ണ പൂച്ചുള്ള ഇളം ഓറഞ്ച് നിറമാണ്. സണ്ണി ജോസഫിന്റെ ചെമ്പോത്തിന് ഉഷാറ് വളരെ കുറവാണ്. അലസത കാണിക്കാതെ ഈ പക്ഷിക്ക് യാതൊന്നും ചെയ്യുക സാധ്യമല്ല. രാജീവ് ബാഹുലേന്റെ മഞ്ഞക്കണ്ണിത്തിത്തിരി മഞ്ഞക്കണ്ണിക്ക് 10-20 അടങ്ങിയ പറ്റങ്ങളായി നടക്കുവാനാണ് ഇഷ്ടം. പ്രജനനകാലത്ത് പോലും 4-5 മിണങ്ങൾ ചേർന്ന് അടുത്തടുത്ത് തന്നെയാണ് കൂട് കെട്ടുന്നത്. ഡോക്ടർ കൃഷ്ണകുമാർ വിപ്രയാറിന്റെ പനങ്കാക്ക ഒരു സ്ഥലത്ത് അനങ്ങാതിരിക്കുമ്പോൾ നിറപ്പകിട്ടില്ലാത്തൊരു പക്ഷിയാണ്. എന്നാൽ അത് ചിറക് വിടർത്തി പറന്നു തുടങ്ങുമ്പോൾ നവരത്നങ്ങളുടെ ശോഭയാണ്. അഡ്വക്കേറ്റ് G ഹരികൃഷ്ണന്റെ തീക്കുരുവി ശരീരാകൃതിയിലും സ്വഭാവത്തിലും തീച്ചെന്നിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തൊരു പക്ഷിയാണ് തീക്കുരുവി. ഒരു ബുൾബുളിനോളം വലിപ്പമുള്ളതിനാൽ തീക്കുരുവിയെ കുറെ കൂടെ എളുപ്പം കണ്ടെത്താം.
നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ മമ്മൂക്ക പകർത്തിയ നാട്ടുബുൾബുളിൻ്റെ ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. ചെറിയ കുട്ടികൾ യാതൊരു താളവും ഭാവവും ഇല്ലാതെ ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിപ്പിക്കുമ്പോൾ കുറച്ചെങ്കിലും ആഹ്ലാദം അനുഭവിക്കാത്തവരില്ലല്ലോ. അതുപോലെ സന്തോഷമാണ് ബുൾബുളുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. അഡ്വക്കേറ്റ് ജി ഹരികൃഷ്ണൻ്റെ മണികണ്ഠൻ. വലിയ മരങ്ങളെക്കാൾ പൊന്തകളോടാണ് മണികണ്ഠന് ഇഷ്ടം. പൊന്തകൾ കാട്ടരുവികൾക്ക് ഒത്തടുത്താണെങ്കിൽ അത്യുത്തമം. മണികണ്ഠൻ്റെ ശബ്ദത്തിന് ചെറിയൊരു താളവുമുണ്ട്. സണ്ണി ജോസഫിൻ്റെ കാവി. തമിഴ്നാടുകളിലെ രാജാപ്പാട്ടുകാരനേക്കാൾ നിറപ്പകട്ടുള്ള ഇതിനെ നവവർണ്ണൻ എന്നോ മറ്റോ വിളിക്കുന്നതായിരിക്കും നല്ലത്. അത്രയ്ക്ക് കേമമാണ് കാവ്യയുടെ മേക്കപ്പ്. എം രാമചന്ദ്രൻ്റെ നാട്ടുമൈന. നല്ല ചുറുചുറുക്കും ധൈര്യമുള്ള കിളിയാണ് മൈന. മറ്റേത് പക്ഷികളോടും നിർഭയം പൊരുതുവാനും കീരി, പാമ്പ്, കൂമൻ എന്നീ ശത്രുക്കളെ ഉപദ്രവിച്ച് ഓടിക്കാനും മൈനകൾ എപ്പോഴും തയ്യാറാണ്. ഡോക്ടർ മഹേഷ് കെയുടെ ചെമ്പന്നത്ത്. ഇവയുള്ള സ്ഥലത്ത് സ്ത്രീ ഉണ്ടാവുകയില്ല, ഐശ്വര്യം ഉണ്ടാവുകയില്ല എന്നൊക്കെയാണ് പഴമക്കാർ പറയുന്നത്. പക്ഷേ മനുഷ്യരുടെ ശത്രുക്കളായ എലികളെയും പാമ്പുകളെയും ഒക്കെ കൊന്നൊടുക്കി സ്ത്രീ വർദ്ധിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. സുരേഷ് ഇളമണ്ടെ ആറ്റുമണൽ കോഴി. സൂക്ഷിച്ചു നോക്കിയാൽ മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷിയുടെ ചിത്രമാണ്. ആറ്റുമണലിൽ അമർന്നിരുന്ന് തിരിഞ്ഞാൽ ഇതിൻ്റെ കൂടായി. അതേ കൂട്ടിൽ മുട്ടയിട്ടാണ് ഇപ്പോൾ ഇരിപ്പ്. ഡിജുമോൻ കെപിയുടെ ചെറിയ കടൽക്കാക്ക. പതഞ്ഞു വരുന്ന ഓളങ്ങൾക്ക് മീതെ കൂസലില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയും ഇടയ്ക്ക് വെള്ളത്തിലിറങ്ങി പാറിക്കിടക്കുകയും ചെയ്യുന്ന കടൽക്കാക്കകൾ കടൽ തീരത്തെ കൂടുതൽ സജീവമാക്കുന്നു. ഈ പക്ഷി പ്രദർശനത്തിലെ ഒട്ടുമിക്ക ചിത്രങ്ങൾ ഞാൻ പകർത്തുകയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. വീഡിയോയുടെ നീളം കൂടിപ്പോകുമെന്നുള്ളതുകൊണ്ടാണ് ഓരോ പക്ഷിയെക്കുറിച്ചും വളരെ ചെറിയ രീതിയിൽ വിശദീകരിക്കുന്നത്. ശ്രീദേവി മാധവൻ്റെ കാടുമുഴക്കി. ശ്രവണമധുരമായ ശബ്ദങ്ങൾ സദാ പുറപ്പെടുവിക്കുന്ന സ്വഭാവം വയ്ക്കുന്നുണ്ട്. മറ്റു പക്ഷികളുടെ ശബ്ദങ്ങളും ചിലപ്പോൾ മനുഷ്യരുണ്ടാക്കുന്ന ശബ്ദങ്ങളെ അനുകരിച്ച് നമ്മെ കബളിപ്പിക്കാനും കാടമുഴക്കിക്ക് കഴിവുണ്ട്. രാജീവ് ബാഹുലേൻ്റെ നാട്ടുവേലിത്തത്ത. വളരെ മനോഹരമായ പച്ചനിറത്തോടു കൂടിയ ഇവയ്ക്ക് അധിക നേരമൊന്നും മൗനമായിരിക്കാൻ സാധ്യമല്ല. ഡിജുമോൻ കെപിയുടെ തേൻ കൊതിച്ചുപരുന്ത്. തേൻ കൊതിച്ചുപരുന്നുകളെല്ലാം ഒരേ നിറക്കാരല്ല. ചിലതിൻ്റെ നിറം വളരെ വിളർത്തിരിക്കും, ചിലത് വളരെ കടുത്ത നിറങ്ങളുമാണ്. സുധീഷ് മുരളീധരൻ്റെ പൊന്തവരിക്കാട. സുധീഷ് മുരളീധരൻ്റെ തന്നെ കരിങ്കിളി. മലഞ്ചോലകളിലെ മരങ്ങളിലാണ് കരിങ്കിളി കൂട് കെട്ടുക. ധാരാളം ചെളിമണ്ണ്, പുല്ലും വേരുകളും മറ്റും ഉപയോഗിച്ച് കോപ്പയുടെ ആകൃതിയിലാണ് കൂട് നിർമ്മിക്കുക. ജെയ്നി കുര്യാക്കോസിൻ്റെ ചിന്നക്കുട്ടുറുവാൻ. വലിയ ഒരു ക്ലോക്കിന് താക്കോൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ ഒരു 100 മടങ്ങ് പെരുക്കിയാൽ ഈ പക്ഷിയുടെ ശബ്ദവും അതുമായി വളരെ സാദൃശ്യമുണ്ടാവും. മാത്യു തെക്കേത്തലയുടെ ചാരമുണ്ടി. തപസ് ചെയ്യുന്നത് പോലെ നടിച്ച് മുട്ടോളം വെള്ളത്തിൽ അനങ്ങാതെ നിലപ്പുറപ്പിക്കുന്നത് മത്സ്യവും തവളകളും മറ്റും ഭയം കൂടാതെ അടുത്തു വരാൻ വേണ്ടിയാണ്. ശ്രീദേവി മാധവൻ്റെ പുള്ളിക്കാടക്കൊക്ക്. ഈ പക്ഷിയെ സാധാരണ കാണുന്നത് 8, 10 മുതൽ 30, 40 വരെ അംഗങ്ങളുള്ള പറ്റങ്ങളായാണ്. ജലസംഭരണികളുടെ തീരങ്ങളും വെള്ളമുള്ള വയലുകളിലും കാണുക പതിവാണ്. സുരേഷ് ഇളമൻ്റെ പുള്ളിനത്ത്. മുഖത്തിൻ്റെ പ്രകൃതി കൊണ്ട് മാത്രമല്ല സ്വഭാവം കൊണ്ടും ഒരു മനുഷ്യത്വമുണ്ട് ഈ നത്തിന്. അതുകൊണ്ടായിരിക്കാം പുരാതന ഗ്രീക്കുകാർ ഈ പക്ഷിയെ അവരുടെ സരസ്വതിയായ അദീനിയുമായി ബന്ധപ്പെടുത്തിയത്. ഫൈറോസ് ബീഗത്തിൻ്റെ വെള്ളക്കണ്ണിക്കുരുവി. പൂന്തേനാണ് വെള്ളക്കണ്ണിക്കുരുവിയുടെ പ്രധാന ആഹാരം. നീല നിറമുള്ള 3 മുട്ടകളാണ് സാധാരണ ഇടുക. എം എ ലത്തീഫിൻ്റെ വലിയ മീൻ പരുന്ത്. ഈ പരുന്തിൻ്റെ ശബ്ദം ഭയാനകമാണ്. കൂർത്ത കൊക്കുകളും നഖവുമാണ് ഇതിൻ്റെ പ്രത്യേകത. സുധീഷ് മുരളീധരൻ്റെ കൊമ്പൻ ശരപക്ഷി. സമാന്തരമായ ഒരു കൊമ്പിൻ്റെ മുകൾ ഭാഗത്ത് മരത്തിൻ്റെ കഷ്ണങ്ങളും മറ്റും സ്വന്തം ഉമിനീര് ഉപയോഗിച്ച് പിടിപ്പിച്ചാണ് കൂടുണ്ടാക്കുന്നത്. വളരെ ചെറുതും കാണുവാൻ പ്രയാസമുള്ളതാണ് കൂട്. ജെയ്നി കുര്യാക്കോസിൻ്റെ നാടൻ താമരക്കോഴി. താമരയിലയിലോ മറ്റ് ജലസസ്യങ്ങളുടെ മീതെയോ ഒരു കൂടുണ്ടാക്കി 4 മുട്ട ഇട്ട് കഴിഞ്ഞാൽ ശേഷമുള്ള ചുമതലയൊക്കെ പൂവനെ ഏൽപ്പിച്ച് വിട മറ്റൊരു ഭർത്താവിനെ തേടിപ്പോകും. ഇത്തരത്തിൽ 3 or 4 ഭർത്താക്കന്മാർ എല്ലാ ഋതുവിലും ഉണ്ടാവും. മനോജ് കരിങ്ങാമടത്തിൻ്റെ അരിപ്രാവ്. ഏത് ഋതുവായാലും പക്ഷമായാലും മൂപ്പർ വിവാഹത്തിന് തയ്യാറാണ്. അതിന് ശൃംഗാരം വളരെ കാര്യമാണ്. ശ്രവണമധുരമാണ് അരിപ്രാവിൻ്റെ ശബ്ദം. ഡോക്ടർ കൃഷ്ണകുമാർ വി പ്രയാറിൻ്റെ ഓമനപ്രാവ്. പക്ഷിയുടെ പുറത്തുള്ള പച്ചനിറം വെയിൽ തട്ടുമ്പോൾ സ്വർണം പൊടിച്ചു പൂശിയ പോലെ തിളങ്ങും. മരങ്ങൾക്കിടയിലൂടെ ശരം പോലെ പറന്നു പോകാൻ ഇവയ്ക്ക് കഴിവുണ്ട്. രാജീവ് ബാഹുലേൻ്റെ മയിൽ. ഒരു കാട്ടുപൂച്ചയുടെ ശബ്ദത്തെ 10-20 മടങ്ങ് പെരിക്കിയാൽ കിട്ടുന്നതാണ് മയിലിൻ്റെ കാഹളം. എം രാമചന്ദ്രൻ്റെ നാട്ടുമരംകുത്തി. പാട്ടുപാടുന്ന പക്ഷികൾക്ക് പാട്ട് കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഇവ മരത്തടിയിൽ കൊക്കുകൊണ്ട് തുരുതുരെ കൊത്തി ശബ്ദം പുറപ്പെടുവിച്ച് ചെയ്യുന്നു. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാം പ്രിയ നടൻ മമ്മൂക്ക പകർത്തിയ നാട്ടുബുൾബുളിൻ്റെ ചിത്രം ഇവിടെ ലേലത്തിന് വെച്ചിരുന്നു. 3 ലക്ഷം രൂപയ്ക്കാണ് അത് വിറ്റുപോയത്. ആ വീഡിയോയുടെ കാഴ്ചകളെല്ലാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പുറകെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പക്ഷി പ്രദർശനത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടി വന്നേക്കുക.